പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നവീകരിച്ച കെട്ടിടം സമർപ്പിച്ചു. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ, PTA പ്രസിഡന്റ് അഷ്റഫ് കുണ്ടുകാവിൽ, SMC ചെയർമാൻ IT അഷ്റഫ്, DEO KK റംലത്ത്, BPC M മനോജ്, പ്രിൻസിപ്പാൽ K സിദ്ദീഖ്, പ്രധാനാധ്യാപിക ER ഗിരിജ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള SLCയിൽ A+ നേടിയ കുട്ടികൾക്കുള്ള മൊമെൻറ്റോ ആദര ചടങ്ങും അവിടെ വെച്ച് നടന്നു. ഏതായാലും നമുക്കതിൻ്റെ ചെറിയൊരു വിവരം. അതുപോലെ തന്നെ 5 ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് 40 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ചത്. എന്തായാലും ആ വീഡിയോ ചടങ്ങിലേക്ക്. വണ്ടൂരിലൊരു മരണ ചടങ്ങിൽ കൂടെ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയൊക്കെ പെട്ടെന്ന് ചുരുക്കുകയാണ്. നമ്മളിന്ന് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്യാഹ്ലാദമായ ഒരു നിമിഷത്തിലാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ വർഷം ചരിത്രത്തിലാദ്യമായിട്ട് 100% വിജയം കരസ്ഥമാക്കിയ ഒരു ഗവൺമെൻറ് സ്കൂളാണ് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതോടൊപ്പം 103 A+ഉം 34 9 A+ നേടിയിട്ട് വണ്ടൂർ ഉപജില്ലയിൽ മറ്റൊരു ചരിത്രം കൂടെ തീർത്ത സ്കൂളാണ് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ധന്യ നിമിഷത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എണീറ്റ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാം കഴിഞ്ഞ വർഷത്തെ നിരന്തരമായ നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 100% വിജയവും ഇത്രത്തോളം A+ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ വർഷവും അത് നിലനിർത്തണം എന്നാണ് എനിക്ക് ഇതിൻ്റെ പിൻഗാമികളായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് പറയാനുള്ളത്. അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തി നിൽക്കുന്ന ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചും ഇനി വേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ PTA പ്രസിഡന്റ് പറയുകയുണ്ടായി. ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ MLAക്ക് വേറെ ഒരു വലിയ തിരക്കുള്ളത് കാരണം തന്നെ MLA വേഗം വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ 1-2 ആവശ്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഞങ്ങളിവിടെ പറയുകയായിരുന്നു, ഇവിടെ ഇരുന്നിങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു ഭൗതിക സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്കുള്ളത്. പഠന രീതിയിൽ ഏതൊരു തലത്തിലും മുന്നോട്ട് പോകാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് ഈ സ്കൂളിന് വന്നിട്ടുണ്ട്. അതിൽ വലിയ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്ക് വലിയ അഭിമാനമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു വലിയ പ്രശ്നം, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറിയാണ്. അപ്പോൾ ആ ഒരു ലൈബ്രറിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 20 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നമുക്ക് ആ ലൈബ്രറി പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ഏത് രീതിയിലാണോ നമുക്കത് ഫർണിഷ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഫർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഈ ഒരു വരുന്ന പദ്ധതിയിലൊക്കെ അകത്ത് ഒരു 20 ലക്ഷം രൂപ വകയിരുത്താൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് കിട്ടിയ റിക്വസ്റ്റിൻ്റെ ഭാഗമായി ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ കെട്ടിടമാണ് എനിക്ക് മുന്നിലുള്ളത്. അതുപോലെ തൊട്ടടുത്തും നല്ല കെട്ടിടങ്ങൾ, പൊതുവെ എല്ലാം കൊണ്ടും നല്ല ഭൗതിക സാഹചര്യം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം, ജനപ്രതിനിധിയുടെ സഹായം എല്ലാം കൊണ്ടും ഇന്ന് നമ്മൾ ആഗ്രഹിച്ച, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രോഗ്രാം നടത്തിയിരുന്നു, ഈ ഒരു വിദ്യാലയം മോഡൽ സ്കൂളാക്കി മാറ്റുന്ന ഒരു ആഗ്രഹം. അത് പല രീതിയിലും അത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംതൃപ്തി ഉണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും ഇന്ന് നമ്മുടെ സ്കൂൾ ഒരു മോഡലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അക്കാഡമിക് നിലവാരത്തിൽ നല്ല പുരോഗതി. ഹയർ സെക്കൻഡറിക്ക് ഏതാണ്ട് 87% വിജയം ലഭിച്ചു എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ വളരെ മുകളിലാണ് നമ്മൾ എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ SSLCക്ക് 100% വിജയം. അങ്ങനെ ഒരു ഭൗതിക സാഹചര്യം വരുന്നതോടൊപ്പം അക്കാഡമിക് നിലവാരവും വർദ്ധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന PTA അതുപോലെ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അധ്യാപകരൊക്കെ പ്രത്യേക അഭിനന്ദനം.